ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും അതുപോലെ തന്നെ അവർണികയും സംസാരിച്ച കാര്യങ്ങളെല്ലാം അവർണിക വന്ന് കിഷോറിനോട് പറഞ്ഞു. അപ്പം ഞാനാണ് അതൊക്കെ പറഞ്ഞതെന്ന് നീ അവളോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം നീ പറഞ്ഞ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം പോകുന്ന കാര്യവും പറഞ്ഞു നമ്മുടെ അവർണിക അങ്ങ് പോയ സമയത്ത് അനിയത്തി ഏട്ടനെ ഉപദേശിക്കുക. ഏട്ടാ എല്ലാം കൈവിട്ട് പോയി, ഏട്ടാ എല്ലാം കൈവിട്ട് പോയി. ദേ ഏട്ടൻ അവളെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും അവർണികയോട് പറയും. അവളെല്ലാം അവർണികേച്ചിയോട് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരോടെല്ലാം അവർണികേച്ചി വന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയും. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വരാൻ പോകുന്നതെന്ന് അറിയാമോ? അവർണിക ചേച്ചി ഈ വീടിന് തീയിടും, ഏട്ടനെയും കൊല്ലും. അറിയാമോ നിങ്ങൾ എന്ത് പണിയേട്ടാ ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം അവർണികയും ഗീതവും തമ്മിൽ അടുപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവൾ ഓടിച്ചെന്ന് അവളോട് പറയുന്നു ഞാൻ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അറിയണമായിരുന്നു. ഏട്ടൻ്റെ ഓരോ എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ എത്രയും പെട്ടെന്ന് ഗീതുവിനെ വിളിക്കണം, ഗീതുവിനെ വിളിച്ച് ഗീതുവിനോട് കാര്യങ്ങളെല്ലാം പറയണം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, ആ രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് കിഷോർ തീരുമാനിച്ചു. ആദ്യം എതിർത്തെങ്കിലും പിന്നെ നിലനിൽപ്പ് പേടിച്ചിട്ട് കിഷോർ അത് സമ്മതിച്ചു. ഈ നേരത്തിന് നമ്മുടെ ഗീതു അവിടെ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ കണ്ണുനീരിൽ കൈ കഴുകി പ്രാർത്ഥിക്കാം. ഇത്രയും നാളും അവൻ എന്നോട് ചെയ്ത തെമ്മാടിത്തരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പെരുമാറിയത് അവൻ്റെ കുടുംബജീവിതം തകർന്നു പോകണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. അവർണികയുടെയും അവൻ്റെയും ജീവിതം നശിപ്പിക്കണമെന്ന് എനിക്ക് യാതൊരു ചിന്തയും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. പക്ഷേ അവനിപ്പോൾ എൻ്റെ അഭിമാനത്തിനാണ് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നതെന്നും എൻ്റെ മാനത്തിനെയാണ് അവൻ അപമാനിച്ചിരിക്കുന്നതെന്നും അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്നും സത്യങ്ങളെല്ലാം അവർണികയോട് എനിക്ക് പറഞ്ഞേ മതിയാകുള്ളൂ എന്നൊക്കെ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഗീതു. ആ സമയത്ത് പെട്ടെന്ന് ഗീതുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അത് വേറെ ആരുമല്ല വിളിച്ചത്, കിഷോറാണ്. അപ്പോൾ കിഷോറിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്ക് ഗീതുവിന് കാര്യം മനസ്സിലായി. ഗീതു കോൾ എടുത്തു. എന്താണ്, വൈകുന്നേരം നേരിട്ട് കാണാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഏത് നേരം ഫോണിൽ വിളിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ഇവൻ അവിടെ കിടന്ന് കയ്യെ കാലെ പിടിച്ച് ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം, വൈകുന്നേരം എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വരാൻ പറ്റില്ലെന്നോ? വരാൻ പറ്റില്ലെന്ന് നീയല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് അവർണികയോടാണ്. അവർണികയുടെ കൂടെ നീ വന്നില്ലെങ്കിൽ നീ വിവരം അറിയും. എൻ്റെ ജീവിതത്തിൽ നീ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അവളോട് പറഞ്ഞു കൊടുത്തത്, ഞാൻ ആരാണെന്നാണ് നീ പറഞ്ഞു കൊടുത്തത്, ഇതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഛർദ്ദിപ്പിക്കും. ഞാനല്ല, മറിച്ച് എന്നെ സ്നേഹിച്ചു വഞ്ചിച്ച ചതിയനാണ് നീയെന്ന് ഇന്ന് ഞാൻ അവർണികയോട് എല്ലാം പറയും. അപ്പോൾ അനുജത്തി തൊട്ടരികിൽ നിൽപ്പുണ്ട്. ഈ സമയത്ത് പുറകിൽ നമ്മുടെ അവർണിക വന്ന് നിൽക്കും. ഇവരുടെ സംസാരം കേട്ട് അവർണിക വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിഷോറിൻ്റെ പിടി വിട്ടു. കിഷോറിന് പിന്നെ പറയാനും ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. അവൾ പറയുന്നതൊന്ന് കേൾക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർണിക ഇത് കേട്ടുകൊണ്ട് നിൽക്കുക. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ കിഷോർ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നു. വന്നില്ലെങ്കിലേ നീ വിവരം അറിയും. ഇന്നത്തോടുകൂടി നിൻ്റെ അവർണികയുടെ ഭർത്താവ് പദവി ഞാനങ്ങ് തിരിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗീത് കുറേയൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇതെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് ഇവനിങ്ങനെ അങ്ങ് നിൽക്കുക. കാരണം എന്താ, അവർണിക എന്തെങ്കിലും അറിഞ്ഞാൽ അല്ലെങ്കിൽ ഗീതുവിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും പോയാൽ തീർന്നു എന്നുള്ളത്. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് വൈകുന്നേരം കാണാമെന്നും പറഞ്ഞ് ഗീതു കട്ടായം പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവർണിക ഇറങ്ങി വന്നിട്ട് ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. ഇവൻ കിടന്ന് ബപ്പപ്പ അടിക്കാം, നീ ആരോടാ വരില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ കേട്ട കാര്യങ്ങളൊക്കെ അവർണിക ഇവനോട് ചോദിച്ചപ്പം ശ്രീജ വേഗം തന്നെ ഇടയ്ക്ക് കയറി. അത് പിന്നെ ഏട്ടത്തി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പറയാതെ എന്നിട്ട് എന്താ ഏട്ടാ കാര്യം, ശ്രീജ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഇല്ല ഞാൻ പറയാൻ പോവുകയാണെന്നും പറഞ്ഞ് ശ്രീജ പറയാം. അത് പിന്നെ ചേച്ചി കുറച്ച് നാളായിട്ട് ഒരുത്തൻ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നു, ഇപ്പോൾ അവൻ പറയുന്നത് കല്യാണം കഴിക്കണമെന്നാണ്. അങ്ങനെ അവൻ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കിഷോറിൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരില്ലെന്ന് ഏട്ടൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അനുജത്തിയെ ശല്യം ചെയ്യുന്ന ഒരുത്തനോടാണ് ഏട്ടൻ ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും അവർണിക്ക് അത് കൂളായിട്ട് തന്നെ എടുത്തു. അത്രയുള്ള കാര്യം എന്നുള്ളൊരിതിൽ അങ്ങനെ ശ്രീജയെ ഒരുത്തൻ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം, അതാണ് വേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ ഫോണിലൂടെ അതും പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ അവർണിക ഇങ്ങനെ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവർണിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ ഏട്ടൻ്റെ ഈ ഒരു രക്ഷപ്പെടൽ അത് അധികകാലം നിലനിൽക്കില്ല ഏട്ടാ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാം തീരും. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം ഏട്ടൻ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഏട്ടൻ്റെ കാര്യം അവതാളത്തിലാകും എന്നും പറഞ്ഞിട്ട് അനിയത്തി അങ്ങ് പോയി. അങ്ങനെ ആ ഒരു പേടി സ്വപ്നമായിട്ട് ഗീതു എന്ന പേടി സ്വപ്നമായിട്ട്
കിഷോർ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗീതാഞ്ജലി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനോട് ഇന്ന് വൈകുന്നേരം ബീച്ച് വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ ഗീതുവിനെ തടഞ്ഞു. നീ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, നിനക്ക് വയ്യാതിരിക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ച്. ഈ സമയത്ത് എൻ്റെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും കണ്ണേട്ടൻ വന്നേ പറ്റുള്ളൂ. കണ്ണേട്ടൻ എൻ്റെ ഭർത്താവാണ്. കണ്ണേട്ടൻ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ഒരുത്തനെ കാണാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഗോവിന്ദന് കാര്യങ്ങൾ അറിയില്ല. എന്താ കാര്യം എന്ന് ഗോവിന്ദൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഗീതു പണ്ട് ഒരു ഭർത്താവിൻ്റെ വില അറിയാതെ ഭർത്താവ് കിട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് കാമുകൻ്റെ കൂടെ എൻജോയ് ചെയ്തതും ഉല്ലസിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനെ ഒരു ബഫൂണാക്കി കണ്ടതും ഡ്രൈവറാക്കി കണ്ടതും, അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്ന് കയറി ഇവനുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയതും, ഇതെല്ലാം നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ മുന്നിൽ ഏറ്റു പറയാം. എന്നിട്ട് അതിങ്ങനെ റിവൈൻഡ് കാണിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദനോട് ഗീതു കാണിച്ചിട്ടുള്ള മര്യാദകേടും അപമര്യാദ എല്ലാം നമ്മുടെ ഗീതു പറഞ്ഞു. എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, എൻ്റെ മനസ്സിൻ്റെ പക്വതക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണെന്നും കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്നും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കണ്ണേട്ടൻ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ കണ്ണേട്ടനെ ഞാൻ മനസ്സിലാക്കാതെ പോയി. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും ആകെ സങ്കടമായി കേട്ടോ. അപ്പോൾ ഗീതു ഇതിലൊക്കെ പശ്ചാത്തപിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് എൻ്റെ കണ്ണേട്ടൻ. എൻ്റെ കണ്ണേട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ല. ഇങ്ങനെയൊക്കെ ഗീതു പറയുക. അപ്പം ഇപ്പം എന്താ ഇതൊക്കെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. എനിക്ക് കിഷോറിനോട് പകരം വീട്ടണം എന്നുള്ള കാര്യം തന്നെ ഗീതു പറയുക. അപ്പോൾ അന്ന് ഞാൻ കണ്ണേട്ടനോട് ആ രീതിയിലൊക്കെ പെരുമാറാൻ കാരണം ആ കിഷോർ എന്ന് പറയുന്ന ചതിയനാണെന്നും അവൻ്റെ ചതി മനസ്സിലാക്കാതെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഗീതു അതിൽ നിന്നെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തമ്മിലുള്ളതൊരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. മാത്രമല്ല നിനക്കറിയില്ലായിരുന്നു അവനിങ്ങനെ ഒരു ചതിയനാണെന്നുള്ള കാര്യം. നിൻ്റെ മനസ്സിൽ അവനുണ്ടായിരുന്ന സ്ഥാനം എത്രത്തോളമായിരുന്നു എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദനും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യമൊക്കെ പറയാം. ഈ സമയത്ത് നമ്മുടെ ഗീതുവിനോട് ഗോവിന്ദൻ ചോദിച്ചു, എന്താ ഇപ്പം ഇതൊക്കെ പറയാൻ, അല്ല ഇതൊക്കെ ഇപ്പം ചിന്തിക്കാൻ കാരണം എന്താണെന്ന്. ഈ സമയം നമ്മുടെ ഗീതു അപർണിക വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഗോവിന്ദനോട് പറയണം. ഗോവിന്ദൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഞെട്ടിപ്പോയി. കാരണം അവൻ ഇത്രത്തോളം അധംപതിച്ച രീതിയിൽ സംസാരിച്ചല്ലോ. അപ്പോൾ ഇത്രയും കാലം ഞാൻ അവനെക്കുറിച്ച് ഒന്നും അപർണികയോട് പറയാതിരുന്നത് അവൻ എത്ര തെണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ എത്ര ചതിയനാണെങ്കിലും അപർണികയുമായിട്ടുള്ള അവൻ്റെ ജീവിതം തകരരുതെന്ന് കരുതിയ അവരുടെ കുടുംബജീവിതം തകർക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കില്ലാതിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത്തവണ ഞാനത് ക്ഷമിച്ചു കൊടുക്കില്ല കണ്ണേട്ടാ. എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അവനെൻ്റെ അഭിമാനത്തിനാണ് മുറിവേൽപ്പിച്ചത്. അവനായിരുന്നു ചതിയനെന്നും അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എന്നെ സ്നേഹിച്ചു വഞ്ചിച്ച് അപർണികയെ വിവാഹം കഴിച്ചത് അവനാണെന്ന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ പറയിപ്പിക്കും. അത് പറയുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവായ കണ്ണേട്ടൻ ഉണ്ടാവണം. എൻ്റെ കണ്ണേട്ടൻ്റെ സാന്നിധ്യത്തിൽ വേണം എനിക്കത് പറയാൻ. കണ്ണേട്ടനോട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക, അന്ന് അവനെ കാണാൻ എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വന്നതുപോലെ ഒരേ ഒരു തവണ കിഷോറിനെ കാണാൻ എൻ്റെ കൂടെ കണ്ണേട്ടൻ ബീച്ചിൽ വരണം. അത് വരാതെ എനിക്കൊരു സമാധാനമില്ല. എനിക്ക് അവനെ കൊണ്ട് തന്നെ എല്ലാം തുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിൻ്റെ കൂടെ ഏത് ലോകത്തേക്കും ഞാൻ വരുമെന്നും പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിന് ഉറപ്പ് കൊടുക്കുന്നു. എന്തായാലും രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് കിഷോറിൻ്റെ അന്ത്യകൂദാശ നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഗീതു പറഞ്ഞ കഥകളെല്ലാം കേട്ട് ഗോവിന്ദൻ നടുങ്ങി വിറച്ചിങ്ങനെ ദേഷ്യം കൊണ്ട് കലി കയറി തുള്ളി വിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വൈകുന്നേരം പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അമ്മ, അതായത് കിഷോറിൻ്റെ അമ്മ ആങ്ങളെയും പെങ്ങളെയും കൂടെ നിർത്തി ചോദ്യം ചെയ്യുക. അപ്പോൾ അമ്മയോട് ആരും ഒന്നും പറയുന്നില്ല, അമ്മയ്ക്കൊന്നും അറിയാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനെ അമ്മ ഇവരോട് പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മരുമകൾ ഇറങ്ങി വന്നു. അപ്പോൾ അപർണിക ഇറങ്ങി വന്ന സമയത്ത് എന്താടാ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ ഇടപെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അപർണിക ഇറങ്ങി വരുന്നത്. ഇതിനകത്ത് വല്ല തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് കിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിച്ചാലേ നടക്കുകയുള്ളെന്ന്. ശ്രീജയുടെ പിന്നാലെ നടക്കുന്നവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും ഇങ്ങനെ ചുമ്മാ വിട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു. അപ്പോഴേക്കും അമ്മ തുള്ളിച്ചാടി മകൾക്ക് അടിയിലേക്ക് ചെന്നിട്ട് ആരടി നിന്റെ പിന്നാലെ നടക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളാരും എന്നോടൊന്നും പറയില്ലെന്ന്. ആരടി നിന്റെ പിന്നാലെ നിന്നെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയോടും ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ കുഴപ്പം? ഞാനപ്പം നിനക്ക് ആരുമല്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നതിന് മുന്നേ ഗീതാഞ്ജലിയെ കാണാനായിട്ട് പോകണം എന്നുള്ള കാര്യം അപർണിക വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു നമ്മുടെ കിഷോർ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണിക പറഞ്ഞു, അതെ ഇതൊരു ചെറിയൊരു തീപ്പൊരിയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ദിവസം അവിടെ ഗീതാഞ്ജലിയെ കാണാൻ നമ്മൾ ചെന്നില്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരും.
ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പറയാനോ അല്ലെങ്കിൽ സ്വപ്നം കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ട് നീ നിൻ്റെ ഉടായ്പ തരമൊക്കെ നിർത്തിയിട്ട് വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അപർണിക കിഷോറിനോട് പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് തൻ്റെ ഭാവി, തൻ്റെ ജീവിതം, തൻ്റെ ലൈഫ് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഉറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന കിഷോർ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.